ട്രേഡിംഗ് അല്ലെങ്കിൽ ഷോർട്ട് ടൈം ട്രേഡിംഗ് ചെയ്യാനുള്ള പ്രൈസ് ആക്ഷൻ മെത്തേഡിന്റെ രണ്ടാമത്തെ വീഡിയോ ആണിത്. സോ നമുക്കൊരു ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് കൂടെ പ്രൈസ് ആക്ഷൻ മെത്തേഡ് കൊണ്ട് യൂസ് ചെയ്ത് ഒരു സ്വിംഗ് ട്രേഡിംഗ് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. വർക്കിംഗ് പ്രൊഫഷണൽസിനോ അല്ലെങ്കിൽ പാർട്ട് ടൈം ട്രേഡേഴ്സിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൈസ് ആക്ഷൻ മെത്തേഡാണ്. സ്ട്രാറ്റജി മാത്രമല്ല, നല്ല ഷോർട്ട് ടൈമിൽ നല്ല ഗെയിൻ തരുന്ന സ്റ്റോക്സ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, അത് കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസും ടാർജറ്റും വെച്ച് എൻട്രീസ് എങ്ങനെ എടുക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ വ്യക്തമായിട്ട് ഇത് നിരീക്ഷിച്ചാൽ തീർച്ചയായും ഷോർട്ട് ടൈം പീരീഡിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് ഈ ഒരു മെത്തേഡ് നേടിത്തരും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സ്വിംഗ് ട്രേഡിംഗ് ചെയ്യാനായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ നോക്കേണ്ടത് അല്ലെങ്കിൽ ടെക്നിക്കൽ അനാലിസിസ് ചെയ്യേണ്ടത് ഏത് ടൈം ഫ്രെയിമിലാണ്. ഒന്നെങ്കിൽ ഡെയിലി ടൈം ഫ്രെയിം അല്ലെങ്കിൽ വീക്ക്ലി ടൈം ഫ്രെയിം. അതായത് വലിയ ടൈം ഫ്രെയിമിലാണ് ഇങ്ങനെയുള്ള സ്വിംഗ് ട്രേഡിംഗ് മെത്തേഡ്സ് നമുക്ക് വർക്ക് ആകുക. ചെറിയ ടൈം ഫ്രെയിമിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും, പക്ഷേ നിങ്ങൾക്കൊരു കറക്റ്റ് ഒരു എൻട്രി ഈ ഒരു മെത്തേഡിലൂടെ കിട്ടത്തില്ല. അതായത് ഒരുപാട് നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ചെറിയ ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് ഇത് ഇൻവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ ഡെയിലി വീക്ക്ലിയിൽ എല്ലാവരെയും കുറച്ചുകൂടി കാണിച്ചു തരുന്ന രീതിയിലുള്ള മൂവ്മെൻറ്റ്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ സ്വിംഗ് ട്രേഡിംഗ് ചെയ്യാനായിട്ട് ഡെയിലിയോ വീക്കിലിയോ അല്ലെങ്കിൽ കുറച്ചും കൂടി കുറയ്ക്കുകയാണെങ്കിൽ 1 hour ചാർട്ടെങ്കിലും അനാലിസിസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാനിവിടെ ഡെയിലിയാണ് അനാലിസിസ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ആദ്യം തന്നെ നമ്മൾ ട്രേഡിംഗ് വ്യൂ എടുക്കുക, ഡെയിലി ടൈം ഫ്രെയിം സെറ്റ് ചെയ്യുക. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ വേറൊന്നുമല്ല, നമ്മുടെ സ്വന്തം മൂവിങ് ആവറേജ് ആണ്. അതായത് സിമ്പിൾ മൂവിങ് ആവറേജ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ മൂവിങ് ആവറേജിൻ്റെ സ്ലോപ്പ് അനാലിസിസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സെക്ടറിൻ്റെ ട്രെൻഡ് കണ്ടുപിടിക്കുകയും ആ സെക്ടറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റോക്സ് നോക്കി എവിടെയാണ് ഒരു പുൾ ബാക്ക് ട്രേഡിംഗ് നമുക്ക് കിട്ടുന്നത് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ എൻട്രീസ് പോകുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാമെന്ന് ടെക്നിക്കലി നോക്കാം. ആദ്യം തന്നെ മൂവിങ് ആവറേജ് എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളതാണ്. ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. എൻ്റെ വീഡിയോസിൽ ഞാൻ ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തിട്ടുള്ള സ്ട്രാറ്റജീസ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ലൈക്ക് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ സെയിം മെത്തേഡ് ഇവിടെ ട്രേഡിംഗ് വ്യൂ ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഡിമാറ്റ് അക്കൗണ്ടിൽ ട്രേഡിംഗ് വ്യൂ അല്ല, നമുക്കിട്ട് ട്രേഡിംഗ് വ്യൂ ആപ്ലിക്കേഷൻ നമുക്ക് അവൈലബിൾ ആണ്. അതാണ് ഞാൻ വെബിൽ യൂസ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഏത് ഇൻഡിക്കേറ്റർ ആണെന്ന് ഞാൻ പറയാം. ഞാൻ ഓൾറെഡി പറഞ്ഞു, മൂവിങ് ആവറേജ്, സിമ്പിൾ മൂവിങ് ആവറേജ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ഇൻഡിക്കേറ്ററാണ് മൂവിങ് ആവറേജ്. ബിക്കോസ് മൂവിങ് ആവറേജ് അനാലിസിസ് നമ്മളധികം നിരാശപ്പെടുത്താറില്ല, നല്ല റിസൾട്ട് തന്നെ തരുന്ന ഇൻഡിക്കേറ്ററാണ് മൂവിങ് ആവറേജ്. പ്രത്യേകിച്ച് സ്വിംഗ് ട്രേഡേഴ്സിന് മാത്രം, അല്ലെങ്കിൽ ലോങ് ടൈം ട്രേഡേഴ്സിന് ഒരു ഇൻട്രാഡേ ട്രേഡേഴ്സിനൊന്നും വലിയ നല്ല രീതിയിൽ നല്ല റിസൾട്ട് തരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് മൂവിങ് ആവറേജ് ആണ്, സിമ്പിൾ മൂവിങ് ആവറേജ്. ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ എൻ്റെ പല വീഡിയോസിലും ചെയ്തിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഫോളോ ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്യാൻ അറിയാമെന്ന് വിചാരിക്കുകയാണ്. എങ്കിലും ഞാനിവിടെ ഒന്നുകൂടി കാണിച്ചു തരാം. എന്താണ്, ആദ്യം തന്നെ ഞാൻ പറഞ്ഞു ടൈം ഫ്രെയിം ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഡെയിലി ഇട്ടിരിക്കണം. ഡെയിലി അല്ലെങ്കിൽ വീക്കിലി ആയാലും കുഴപ്പമില്ല, നിങ്ങളുടെ റിസ്ക് അനുസരിച്ച് അല്ലേ, നമ്മുടെ ഒരു ഇതനുസരിച്ചായിരിക്കും നമ്മൾ ടൈം ഫ്രെയിം സെറ്റ് ചെയ്യുക. ചെറിയ ടൈം ഫ്രെയിമിലേക്ക് മാക്സിമം പോവാതിരിക്കുക. ദെൻ ഇൻഡിക്കേറ്റേഴ്സിൽ മൂവിങ് ആവറേജ് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ മൂവിങ് ആവറേജ് സിമ്പിൾ ഇൻഡിക്കേറ്റർ കാണാൻ സാധിക്കും. അത് വേണമെങ്കിൽ ഒന്ന് ഫേവറേറ്റ് ലിസ്റ്റിലിട്ടേക്കും, ജസ്റ്റ് സ്റ്റാർ ചെയ്യുക ആൻഡ് ദെൻ ആഡ് ചെയ്ത് സിമ്പിൾ മൂവിങ് ആവറേജ് നമ്മൾ ആഡ് ചെയ്തു. എന്നിട്ട് ഇതിൻ്റെ സെറ്റിങ്സിൽ നമുക്ക് വേണ്ടത് 100 days മൂവിങ് ആവറേജ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇൻപുട്സിൽ ലെങ്ത്ത് 100 ആക്കി കൊടുത്ത് ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്ക് 100 ഡേയുടെ മൂവിങ് ആവറേജ് നല്ല പക്കയായിട്ട് ഒരു ലൈൻ, ഒരു ബ്ലൂ ലൈൻ നമുക്ക് ഇവിടെ കിട്ടി. ഇനിയാണ് നമ്മുടെ അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്വിംഗ് ട്രേഡിംഗ് ചെയ്യുന്ന ആളുകൾക്ക് എപ്പോഴുള്ള ഡൗട്ടാണ്, ഷോർട്ട് ടൈമിലേക്ക് ഏറ്റവും നല്ല പ്രോഫിറ്റ് കിട്ടുന്ന സ്റ്റോക്ക് ഏതാ എന്ന് എല്ലായിടത്തും ചെന്ന് ചോദിക്കാറുണ്ട്. നിങ്ങൾ ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ ഇത് കണ്ടുപിടിക്കാം. എങ്ങനെയാണെന്നല്ലേ, ആദ്യം തന്നെ നമ്മൾ സെക്ടർ വൈസ് നോക്കണം. എന്താണ് സെക്ടർ വൈസ്? എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം. നിഫ്റ്റി 50 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ചാടി കയറി പറയും. എന്താണ്? NSE ലിസ്റ്റ് ചെയ്തിരിക്കുന്ന 50 സ്റ്റോക്കുകളുടെ ഇൻഡെക്സ് ആണ് നിഫ്റ്റി 50. ബാങ്ക് നിഫ്റ്റി എന്താണ്? NSE ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ബാങ്കിങ് സെക്ടേഴ്സിൻ്റെ ഇൻഡെക്സ് ആണ് ബാങ്ക് നിഫ്റ്റി. അതുപോലെ തന്നെ എന്താണ് നിഫ്റ്റി IT? NSE ലിസ്റ്റ് ചെയ്തിരിക്കുന്ന മേജർ IT സ്റ്റോക്കുകളുടെ ഇൻഡെക്സ് ആണ് നിഫ്റ്റി IT. അതുപോലെ തന്നെ എന്താണ് നിഫ്റ്റി ഫാർമ? NSE ലിസ്റ്റ് ചെയ്തിരിക്കുന്ന മേജർ ഫാർമസ്യൂട്ടിക്കൽ സെക്ടേഴ്സിൻ്റെ
ഇൻഡെക്സ് ആണ് നിഫ്റ്റി ഫാർമ. അതുപോലെ ഇത് മാത്രമല്ല, ഇതാണ് മേജറായിട്ടുള്ളത്. പിന്നെ നിഫ്റ്റി FMCG, നിഫ്റ്റി റിയൽറ്റി, അതുപോലെ തന്നെ നിഫ്റ്റി ഓട്ടോ, അങ്ങനെ ഓരോ സെക്ടേഴ്സിനും ഇൻഡെക്സുകളുണ്ട്. നിഫ്റ്റി മിഡ് ക്യാപ്പ്, ഇത് നിങ്ങൾക്കറിയാമോ? എന്താണ് ഈ ഇൻഡെക്സുകളുടെ പ്രത്യേകത? നമുക്കറിയാം നിഫ്റ്റി 50യിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, NSEയിലെ ഏറ്റവും മികച്ച സ്റ്റോക്കുകൾ എന്താണ്, നല്ല വോളിയം ട്രേഡ് നടക്കുന്ന ഏറ്റവും നല്ല സ്റ്റോക്കുകളാണ് നിഫ്റ്റി 50യിലുള്ളത്. അതുപോലെ തന്നെ ഈ ഇൻഡെക്സുകളിലുള്ളതും ആ പർട്ടിക്കുലർ സെക്ടറിലെ മേജർ സ്റ്റോക്കുകളാണ്. അതായത് നിഫ്റ്റി IT എടുക്കുകയാണെങ്കിൽ IT സെക്ടറിലെ മേജറായിട്ടുള്ള എല്ലാ സ്റ്റോക്കുകളും നിഫ്റ്റി ITയിലുണ്ട്. സോ ഒരു ഇൻഡെക്സിൽ ഇടം പിടിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആ സ്റ്റോക്ക് നല്ല സ്റ്റോക്കുകളായിരിക്കും എന്നുള്ളത് തന്നെയാണ് ഫസ്റ്റത്തെ നമ്മുടെ സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ കൺഫർമേഷൻ എന്ന് പറയുന്നത്. നിഫ്റ്റി FMCG, ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ്, ഇതിലെല്ലാം തന്നെ നല്ല നല്ല സ്റ്റോക്കുകളായിരിക്കും ഉണ്ടായിരിക്കുക. ആദ്യം നിങ്ങളുടെ അനാലിസിസ് എന്തായിരിക്കണം? ഈ സെക്ടേഴ്സ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് നോക്കണം. അതായത് IT സ്റ്റോക്കുകളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ നിഫ്റ്റി IT മുകളിലോട്ടാണോ പോകുന്നത് എന്ന് നോക്കണം. അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ സെക്ടേഴ്സിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഫാർമ എങ്ങനെയാണ് പോകുന്നത് നോക്കണം. നിഫ്റ്റി FMCG സെക്ടറിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിഫ്റ്റി FMCG ഇൻഡെക്സ് എങ്ങടോ ആണ് പോകുന്നത് എന്ന് നമ്മൾ നോക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റോക്ക് സെലക്ട് ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള സെക്ടേഴ്സിൻ്റെ മൂവ്മെൻറ്റ് നോക്കിയിട്ട് അതിലുള്ള മേജർ സ്റ്റോക്കുകൾ നിങ്ങൾക്ക് സോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതെങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാനിവിടെ ആദ്യം എടുത്തിരിക്കുന്നത് നിഫ്റ്റി ഫാർമ ഇൻഡെക്സ് ആണ്. അതിന് വേണ്ടിയിട്ട് ഒന്നുമില്ല, നമ്മൾ വാച്ച് ലിസ്റ്റിൽ സ്റ്റോക്ക് ആഡ് ചെയ്യുന്നത് പോലെ തന്നെ എന്ത് ചെയ്യുക, ആഡ് സിമ്പിൾ കൊടുക്കുക, നിഫ്റ്റി സ്പേസ് ഫാർമ. ഇതിൽ ഇൻഡിസസ് മാത്രം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ CNX ഫാർമ തന്നെയാണ് നിഫ്റ്റി ഫാർമ ഇൻഡെക്സ് എന്ന് പറയുന്നത്. വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുക. ഞാൻ ഓൾറെഡി വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നിഫ്റ്റി ഫാർമയാണ്, കണ്ടോ. ഇനി എന്ത് ചെയ്യുക, അതിലേക്ക് തന്നെയാണ് നമ്മൾ സിമ്പിൾ മൂവിങ് ആവറേജ് ആഡ് ചെയ്ത് 100 ഡേയ്സ് ഇട്ടത്. ഇനി നോക്കേണ്ടത് ഈ സിമ്പിൾ മൂവിങ് ആവറേജിൻ്റെ സ്ലോപ്പാണ് നമുക്ക് ട്രെൻഡ് മനസ്സിലാക്കി തരുന്നത്. സ്ലോപ്പ് എന്താണ്? ഇതാണ് സിമ്പിൾ മൂവിങ് ആവറേജ് പോകുന്നത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ലോപ്പ് എങ്ങടാണ്, മുകളിലോട്ടാണോ താഴത്തേക്കാണോ ഇതിൻ്റെ സ്ലോപ്പ്? നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഈ മൂവിങ് ആവറേജ് മുകളിലോട്ടാണ് ഇതിൻ്റെ സ്ലോപ്പ്. സിമ്പിൾ മൂവിങ് ആവറേജിൻ്റെ സ്ലോപ്പ് നിഫ്റ്റി ഫാർമ ഇൻഡെക്സിൽ കണ്ടോ ഒരു ബുള്ളിഷ് ആയിട്ടല്ലേ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡെക്സ് ബുള്ളിഷ് ആയിട്ടാണ് കാണപ്പെടുന്നതെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് എന്ത് ചെയ്യണം? ഇൻഡെക്സ് ഓക്കെ ഫൈൻ ബുള്ളിഷിലാണ് എന്ന് ഏകദേശം നമുക്ക് മനസ്സിലായി. ആൻഡ് ഫാർമ ബീസ് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാം, ഞാനത് ഓൾറെഡി നിങ്ങളിത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഷോർട്ട് ടൈം പീരീഡിലേക്ക് വലിയൊരു ഗെയിൻ തരത്തില്ല. പക്ഷേ ലോങ് ടൈമിലേക്ക് ഫാർമ ബീസ് ഒക്കെ സേഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് പ്രീവിയസ് വീഡിയോ പോയി നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ സെക്ടർ എടുത്തു, നിഫ്റ്റി ഫാർമ എടുത്തു, അതിൻ്റെ മൂവിങ് ആവറേജിൻ്റെ സ്ലോപ്പ് നോക്കി ഇറ്റ്സ് എ ബുള്ളിഷ് ആയിട്ട് കാണപ്പെടുന്ന ഒരു സ്ലോപ്പാണ്. അടുത്ത സ്റ്റെപ്പ് എന്താണ്? നിഫ്റ്റി ഫാർമയിൽ ഏതൊക്കെയാണ് മേജറായിട്ടുള്ള സ്റ്റോക്കുകൾ എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, സോ ഞാനിവിടെ നിഫ്റ്റി ഫാർമ സ്റ്റോക്സ് NSE തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് സെലക്ട് ചെയ്യാം. നിഫ്റ്റി ഫാർമ സ്റ്റോക്സ് ഏതൊക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. സൺ ഫാർമ, സിപ്ല, ഡോക്ടർ റെഡ്ഡീസ്, ഡിവിസ് ലാബ്, ലൂപ്പിൻ, ഹാൻഡ് ആൽക്കെയിം, അങ്ങനെ ഒന്ന് രണ്ട് കുറച്ച് നല്ല സ്റ്റോക്കുകൾ നമുക്കിവിടെ നിഫ്റ്റി ഫാർമയുടെ കാണാം. അതിൽ സൺ ഫാർമയാണ് ഏറ്റവും കൂടുതൽ സെക്ടറൽ കോൺട്രിബ്യൂഷൻ കൊടുത്തിരിക്കുന്നത്. ആൻഡ് സിപ്ല 11% ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലുള്ള നല്ല സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യാം. സൺ ഫാർമയോ സിപ്ലയോ ഡോക്ടർ റെഡ്ഡീസോ. അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് എഗെയിൻ ട്രേഡിംഗ് വ്യൂവിലേക്ക് പോവുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സിപ്ലയാണ്. സിപ്ലയിൽ നല്ലൊരു ബുള്ളിഷ്നെസ് കണ്ടതുകൊണ്ടാണ് ഞാൻ സിപ്ല എടുത്തത്. നിങ്ങൾ നോക്കിയാൽ അറിയാം സിപ്ലയിൽ ഞാൻ എന്ത് വരച്ചിട്ടിട്ടുണ്ട്, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസസ് വരച്ചിട്ടിട്ടുണ്ട്. സോ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ എന്ത് ചെയ്താലും, ഇപ്പോൾ പ്രൈസ് ആക്ഷൻ മെത്തേഡ് ആയിക്കോട്ടെ, നമ്മുടെ സ്ട്രാറ്റജിയോ എന്ത് കാര്യം ചെയ്താലും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അത് വരയ്ക്കാൻ പഠിക്കുക. നിങ്ങൾ എന്ത് പഠിച്ചിട്ടൊരു കാര്യമില്ല, അതുകൊണ്ട് അത് ആദ്യം വരയ്ക്കാൻ പഠിക്കുക. ഞാൻ പറഞ്ഞു നിങ്ങൾ വരയ്ക്കുന്നത് തെറ്റിപ്പോകുമെന്നൊന്നും വിചാരിക്കേണ്ട. റീസെൻ്റ് ആയിട്ടുള്ള കുറച്ച് സപ്പോർട്ട്സ് ഇങ്ങനെ എടുത്തെടുത്ത് വരച്ച് പഠിച്ചാലാണ് നിങ്ങൾക്കത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ സിപ്ല എടുത്ത് സിപ്ലയുടെ മൂവിങ് ആവറേജ് നോക്കുക. സിപ്ലയുടെ SMA എന്ന് പറയുന്നത് ഒരു ബുള്ളിഷ് തന്നെയാണ്, പക്ഷെ ഒരു സ്ലൈറ്റ് ബുള്ളിഷ് ഉള്ളൂ. നമ്മുടെ ഫാർമയിൽ കണ്ടത്രയും ബുള്ളിഷ്നെസ് ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റില്ല, അല്ലേ? ചെറിയൊരു സ്ലൈറ്റ് സ്ലോപ്പാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അനാലിസ് ചെയ്യാം, എങ്ങനെയാണ് മൂവിങ് ആവറേജ് വെച്ചിട്ട് എൻട്രി പോകുന്നത്, അല്ലേ? നമ്മൾ കഥയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് എൻട്രിയും എക്സിറ്റും
പ്രോഫിറ്റും ആണ് വേണ്ടത് അല്ലേ. സ്റ്റോപ്പ് ലോസും ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, എപ്പോഴൊക്കെയാണ് മാർക്കറ്റ് ഈ മൂവിങ് ആവറേജിലേക്ക് കറക്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. ഈ ഒരു സമയത്ത് മൂവിങ് ആവറേജിലേക്ക് മാർക്കറ്റ് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ചെയ്തെന്ന് വെച്ചാൽ മൂവിങ് ആവറേജിലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ വന്ന സമയത്തുള്ള വോളിയം നിങ്ങളൊന്ന് അനാലിസിസ് ചെയ്യുക. വന്ന സമയത്തുള്ള വോളിയത്തിൻ്റെ പ്രത്യേകത എന്താ? നല്ല വോളിയം മാർക്കറ്റിൽ കയറിയിട്ടുണ്ട്. അവിടെ നിന്ന് മാർക്കറ്റ് ഒരു ബുള്ളിഷ് റാലി തന്നു. ജസ്റ്റ് ഒന്ന് ബുള്ളിഷായി വീണ്ടും മൂവിങ് ആവറേജിലേക്ക് കറക്റ്റ് ചെയ്തു, വീണ്ടും ബുള്ളിഷായി, വീണ്ടും മൂവിങ് ആവറേജിലേക്ക് കറക്റ്റ് ചെയ്തു. കുറച്ച് നേരമായിട്ട് അവിടെ, കുറച്ച് നാളുകളായിട്ട് അവിടെ കൺസോൾഡേറ്റ് ചെയ്യണം അല്ലേ. ഇതാണ് സിപ്ലയുടെ കറൻറ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള മെത്തേഡാണ്, ശ്രദ്ധിക്കുക. മൂവിങ് ആവറേജിലേക്ക് മാർക്കറ്റ് കറക്റ്റ് ചെയ്തപ്പോൾ അവിടെ വോളിയം, ബൈയിങ് വോളിയം കയറിയത് കൊണ്ടാണ് ഈ ഒരു മൂവ്മെൻറ്റ് ഇവിടെ വരെ നമുക്ക് കിട്ടിയത്. പക്ഷേ ഒരു നല്ല ട്രേഡർക്ക് ഈ ഒരു ഫുൾ മൂവ്മെൻറ്റ് കിട്ടണമെന്നില്ല. കാരണം അയാൾക്ക് ഈ ഒരു റെസിസ്റ്റൻസ് വരെയുള്ള മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാകും. അതിനുശേഷം മാർക്കറ്റ് ചെറുതായിട്ട് കറക്റ്റ് ചെയ്തു. കറക്റ്റ് ചെയ്ത സമയത്തുള്ള വോളിയം നിങ്ങൾ നോക്കിക്കേ, ആസ് കമ്പയർഡ് ടു ഇവിടെ വന്ന വോളിയത്തിനേക്കാൾ വളരെ കുറവ് വോളിയമാണ് മാർക്കറ്റ് കറക്റ്റ് ചെയ്തപ്പോൾ, അതായത് ചെറിയൊരു സെല്ല് വന്നപ്പോൾ അവിടെ ഉണ്ടായ വോളിയം എന്ന് പറയുന്നത്. അതായത് മേ ബി അതൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരിക്കാം. പ്രോഫിറ്റ് ബുക്കിംഗ് ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അവിടെ ചെറിയ സെല്ലേഴ്സേ വന്നിട്ടുള്ളൂ. അത് നമ്മളെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തു? ഇവിടുത്തെ വോളിയം കണ്ട ചെറിയ ചെറിയ ബാർസാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ വോളിയം വളരെ കുറവാണ്. എന്നിട്ട് വീണ്ടും ഇവിടേക്ക് കറക്റ്റ് ചെയ്തപ്പോൾ നല്ലൊരു അടിപൊളി റിവേഴ്സൽ ക്യാൻഡിൽ നമുക്ക് അവിടെ കിട്ടി. പക്ഷേ ഇവിടുത്തെ കമ്പയർ ചെയ്തിട്ടുള്ള വോളിയത്തേക്ക് കുറച്ച് വോളിയമാണ് ഈ ഒരു ക്യാൻഡിലുള്ളൂ. എന്നാലും അതൊരു ടെമ്പററി ബുള്ളിഷ്നെസ് ഇവിടെ വരെ ഉണ്ടായിരുന്നു. വീണ്ടും മാർക്കറ്റ് താഴേക്ക് കറക്റ്റ് ചെയ്തു. അവിടെ ഉള്ള വോളിയം വളരെ കുറവാണ്. സോ നമ്മൾ ഓൾറെഡി ഫാർമ സെക്ടർ ബുള്ളിഷാണെന്ന് കണ്ടുപിടിച്ചു. സിപ്ലയിൽ ഒരു കറക്ഷൻ വന്നു, അവിടെ കൺസോൾഡേറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് എൻട്രി കിട്ടണമെങ്കിൽ നമ്മൾ എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്യണം? ഒരു പുൾ ബാക്കിന് വേണ്ടി. പുൾ ബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് കറക്റ്റ് ചെയ്തു, ഇനി ഒന്ന് മുകളിലേക്ക് കുതിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. കുതിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റത്തില്ല. ആ സമയം നോക്കണം, എപ്പോഴാണ് എൻട്രി ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ആദ്യം തന്നെ മൂവിങ് ആവറേജിൻ്റെ ഇവിടെ കറക്റ്റ് ചെയ്യുന്ന സമയത്ത് വോളിയം, ഇതുപോലെ വലിയ വോളിയംസ് ഇവിടെ ഉണ്ടാവുന്നുണ്ടോ എന്ന് നോക്കണം. അതുപോലെ തന്നെ റിവേഴ്സൽ ക്യാൻഡിൽസും ഐഡൻറ്റിഫൈ ചെയ്യണം. ഇപ്പം ഇവിടെ നിങ്ങൾക്ക് നല്ലൊരു റിവേഴ്സൽ ക്യാൻഡിൽ ഉണ്ടായിരുന്നു, പക്ഷേ ഇവിടെ എന്തില്ല? വോളിയം ഇല്ല. ഇവിടെ നല്ല റിവേഴ്സൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും, കാരണം വോളിയം കയറിയിട്ടുണ്ട്. ആ റിവേഴ്സൽ ക്യാൻഡിൽസും ചെറിയൊരു എൻഗൾഫിങ്, ഒരു നല്ല എൻഗൾഫിംഗ് എന്ന് പറയാൻ പറ്റില്ല, എന്നിരുന്നാലും ചെറിയൊരു എൻഗൾഫിങ്ങും നല്ലൊരു പിൻബാറൊക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. മാത്രമല്ല ഇതിൽ വോളിയം ഉണ്ട്. ഇവിടെ നല്ലൊരു റിവേഴ്സൽ ക്യാൻഡിൽ വന്നെങ്കിലും വോളിയം കുറവായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ചെറിയൊരു ഹൈക്ക് മാത്രം നമുക്ക് കിട്ടിയത്. പക്ഷെ കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ദാറ്റ്സ് എ വെരി ലെസ് വോളിയമാണ്. നല്ലൊരു വോളിയം വിത്ത് ഒരു റിവേഴ്സൽ ക്യാൻഡിൽസ് ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എൻട്രി എടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക? ആ ഒരു എൻട്രി എടുത്ത ക്യാൻഡിൻ്റെ ലോ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. പിന്നെ ഷോർട്ട് ടൈം സിംഗോ ആയതുകൊണ്ട് തന്നെ ഒരു 20-25% കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് മുകളിലേക്ക് ട്രെയിൽ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ട്രെയിൽ ചെയ്തെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ടിൽ വെറുതെ ട്രെയിൽ ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. അത് കുറച്ചൊക്കെ മോണിറ്റർ ചെയ്യണം. കാരണം ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ അടുത്ത് എത്തിയെങ്കിൽ തന്നെ നിങ്ങൾ മാനുവലി ടീപ്പിൻ ജനറേറ്റ് ചെയ്ത് എക്സിറ്റ് ചെയ്താൽ മാത്രമാണ് അത് എക്സിറ്റ് ആവത്തുള്ളൂ. അത് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫാർമ എടുത്തു. ഫാർമയിലൊരു സിപ്ല എന്ന് പറഞ്ഞൊരു സ്റ്റോക്ക് നമ്മൾ കൺസിഡർ ചെയ്തു. ഇനി നമുക്ക് വേറൊരു സെക്ടറും കൂടി നോക്കാം. നിഫ്റ്റി FMCG ആണ്. FMCG നിങ്ങൾ നോക്കിക്കേ. FMCGയിൽ കുറച്ച് നാളുകളായിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന ഒരു സ്റ്റോക്ക് ഉണ്ട്. ഏതാണ്? ഹിന്ദുസ്ഥാൻ യൂണിലിവർ. 2-3 കൺഫർമേഷൻ നമുക്ക് തന്നതാണ്. പക്ഷെ ഒരു ബ്രേക്ക് ഔട്ട് തരാനായിട്ട് അതിങ്ങനെ കഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. പക്ഷേ ഈ ഒരു ബഡ്ജറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ചെറിയൊരു ബുള്ളിഷ്നെസ് തന്നു. നമ്മുടെ കയ്യിൽ കുറച്ച് സ്റ്റോക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു വലിയൊരു എന്താ പറയുക, ഒരു വാഫ് ഫാക്ടർ കിട്ടുന്ന ഒരു പ്രോഫിറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. എങ്കിലും കുഴപ്പമില്ല, ഓക്കെ ആണ്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മൂവിങ് ആവറേജിൻ്റെ സ്ലോപ്പ് ഒരു സ്ലൈറ്റായിട്ടുള്ളൊരു ബുള്ളിഷ് ഫീലേ നമുക്ക് കിട്ടുന്നുള്ളൂ. ആൻഡ് ഹിന്ദുസ്ഥാൻ യൂണിലിവർ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ഓൾറെഡി ഉള്ളതാണ്. ഹിന്ദുസ്ഥാൻ യൂണിലിവർ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ അനാലിസിസ് ചെയ്ത് ഇവിടെ കിടക്കുന്നുണ്ട്. ഇതിന് സ്ലോപ്പും സ്ലൈറ്റായിട്ട് പോകുന്നേ ഉള്ളൂ. ഈ ഒരു ഭാഗത്താണ് കുറച്ച് വോളിയം വന്നിരിക്കുന്നത്. സോ ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്യാനായിട്ട് മാർക്കറ്റിന് പറ്റിയിട്ടില്ല. നമ്മുടെ സ്ട്രാറ്റജി എന്താ? ഇത് മൂവിങ് ആവറേജിലേക്ക് കറക്റ്റ് ചെയ്യണം. അവിടെ നിന്നൊരു പുൾ ബാക്ക് കിട്ടണം. ആ പുൾ ബാക്കിൽ എന്ത് വേണം? വോളിയം വേണം.
പുൾ ബാക്ക് എന്ന് പറയുന്നത് അടിപൊളി ഒരു റിവേഴ്സൽ ക്യാൻഡിലും ആയിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് എൻട്രി ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ എൻട്രി ഇല്ല. അങ്ങനെ സെക്ടർ അനാലിസിസ്, ഇപ്പോൾ FMCGയിൽ ഒരു സ്ലൈറ്റ് ആയിട്ടുള്ളൊരു സ്ലോപ്പേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ആൻഡ് അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഇൻഡെക്സിൽ നല്ലൊരു ബുള്ളിഷ്നെസ് ഉണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും ചെല്ലുക, നിഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചർ മേജർ ആയിട്ടുള്ള സ്റ്റോക്സ് കണ്ടുപിടിക്കുക. അദാനി പോർട്സ്, ലാസ്റ്റ് ടർബോ, സീമെൻസ് കയ്യിൽ വരുന്നതാണ്. സോ അങ്ങനെയുള്ള മേജർ ആയിട്ടുള്ള സ്റ്റോക്സ് കണ്ടുപിടിക്കുക. ഈ ഒരു കൺഫർമേഷൻസ് ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോക്കുകൾ ഉണ്ടോ എന്ന് നോക്കുക. കാരണം നല്ലൊരു ബുള്ളിഷ്നെസ് കാണിച്ചിരിക്കുന്നത് ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചറും അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ സെക്ടേഴ്സും അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് നോക്കാം. റിയൽ എസ്റ്റേറ്റിൽ അത്യാവശ്യം നല്ലൊരു ബുള്ളിഷ്നെസ് കാണുന്നുണ്ട്. സോ ഇവിടെ വരെ മുകളിൽ പോയി ജസ്റ്റ് ഒരു കറക്ഷനാണ് റിയൽ എസ്റ്റേറ്റിൽ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ മിഡ് ക്യാപ്പ് ഇൻഡെക്സും മൂവിങ് ആവറേജ് വെച്ച് നല്ലൊരു ബുള്ളിഷ്നെസ് ആണ്. നമ്മുടെ കൺഫർമേഷൻ ഇത്രയേ ഉള്ളൂ, മൂവിങ് ആവറേജിലേക്ക് വരണം, വോളിയം വേണം, റിവേഴ്സൽ ക്യാൻഡിൽ വേണം. റിവേഴ്സൽ ക്യാൻഡിൽ ലോ SL വയ്ക്കുക, മാക്സിമം 20 to 25% പിടിക്കുക, എക്സിറ്റ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. തീർച്ചയായും നിങ്ങൾ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് ഉണ്ടാവും. കാരണം ഇത് ഒബ്സർവ് ചെയ്യുന്നവർക്ക് ഇത് നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇങ്ങനെയാണ് ഓരോ പ്രൈസ് ആക്ഷൻ മെത്തേഡ്സ് വരിക. നമ്മൾ ഒരു ഒറ്റ സ്ട്രാറ്റജി സെറ്റ് ചെയ്ത് വെച്ചിട്ട് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും വിൻ ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടേതായ ഒരു എക്സ്പീരിയൻസ് ഇൻപുട്സ് കൂടി നമുക്ക് കൊടുക്കണം. അതുപോലെ തന്നെ പെട്ടെന്ന് പുതിയൊരാളുകൾക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് അതിലേക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ആ ഒരു എക്സ്പീരിയൻസ് കൂട്ടാനും നല്ല ട്രേഡ്സ് എടുക്കാനും. സ്വിംഗ് ട്രേഡിംഗ് ആയതുകൊണ്ട് തന്നെ നല്ല സെക്ടേഴ്സിലെ നല്ല സ്റ്റോക്ക് ഒക്കെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രോപ്പർ SL കീപ്പ് ചെയ്യുക, പേടിക്കാനൊന്നുമില്ല. നല്ല പ്രോഫിറ്റ് ഷോർട്ട് ടൈമിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോക്കുകൾ തരും, ഈ ഒരു മെത്തേഡും തരും. സോ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്. തീർച്ചയായും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. റിസൾട്ട് ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.